ഫമാസ് ഈ ഒരു ബാച്ച് ഇപ്പോൾ 22 ദിവസമായിട്ടുള്ളൊരു ബാച്ചാണ്. നല്ല തണുപ്പത്താണ് നമുക്ക് ഈ ഒരു കുഞ്ഞ് വന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാച്ച് നമ്മൾ മെയിനായിട്ട് ബ്രൂഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഈ ഒരു ബ്രൂഡിംഗ് ആണ്. അതായത് ഈ ഒരു ബൾബ് വെച്ചുള്ള ബ്രൂഡിങ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് കൂടെ നമ്മൾ സെൻട്രലായിട്ട് ആ ഒരു ഗ്യാസും കൂടെ കൊടുത്തിട്ടുണ്ട്, നല്ല തണുപ്പായതുകൊണ്ട്. പക്ഷേങ്കിൽ ഇത് നമുക്കിപ്പോൾ ഒരു 250 കോഴിക്കുഞ്ഞുങ്ങളെ ബ്രൂഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സംഭവം മാത്രം മതി. നമ്മൾ ആ ഒരു ബ്രൂഡർ ഇങ്ങനെ റൗണ്ടിലോ അല്ലെങ്കിൽ ആ ഒരു ടിന്നു കൊണ്ട് കെട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഇത് ഇതേപോലെ ഒരു 2 വയർ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യേണ്ട. ഈ ഒരു ഹോൾഡർ ആണെങ്കിൽ ഹോൾഡറിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ലൂസ് കോൺടാക്റ്റ് വന്നിട്ട് ആ ഒരു കംപ്ലയിൻറ്റ് വരുന്ന പ്രശ്നമില്ല. ബൾബാണെങ്കിൽ ഒരുപാട് കാലം ഈട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിൽ ഇത് മേടിക്കാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷൻ ലിങ്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എവിടെയാണ് മേടിക്കാൻ പലപ്പോഴും പല ഫാമേഴ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിലിപ്സിൻ്റെതാണ്. അപ്പോൾ ആ ഒരു ഫിലിപ്സിൻ്റെ ബൾബ് മേടിക്കാൻ പറ്റുന്ന ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു അഫിലിയേറ്റഡ് ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ബൾബും ആ ഒരു ഹോൾഡറും കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതൊരു 2000 കോഴിക്കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു 8 ബൾബ് വേണ്ടി വരും. ഇനി 1000 ആണെങ്കിൽ 4 ബൾബ്, 250 കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു ബൾബ് എന്ന രീതിയിൽ നമ്മൾ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3-4 ബൾബ് മേടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കുക. നിങ്ങൾക്കത് സക്സസ് ആണെങ്കിൽ ബാക്കിയുള്ള പ്രോഡക്റ്റും ഇതിലേക്ക് മാറ്റുക. അപ്പോൾ മഴ ഫാമസ് ജസ്റ്റ് ഇതൊന്ന് മേടിച്ച് ചെയ്ത് നോക്കാം.